ഗുജറാത്ത് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായി ഒരു അവലോകനം നടത്തിയിരിക്കുന്നു. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി എന്ന ഐക്യത്തോടെയുള്ള തീരുമാനമായിരിക്കും ഗുജറാത്തിൽ നടപ്പിലാക്കുക. അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂർ കൃത്യമായി വിവക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംഘടനാപരമായി കോൺഗ്രസ് അവരവരുടേതായ തട്ടകങ്ങളിൽ പരമാവധി പ്രവർത്തകരെ കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുക. അതുമാത്രമല്ല, ആം ആദ്മിയുടെ ശക്തി ദുർഗങ്ങളിൽ അവിടെയും ഒരു രീതിയിലുള്ള വേർതിരിവും കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കാതിരിക്കുക. ഇത്തവണ നമുക്കറിയാം, ഭാവ്നഗറിലും ബറൂച്ചിലുമായിരുന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചത്. അവിടെ ബറൂച്ചിൽ 80,000 വോട്ടുകൾക്ക് മാത്രമാണ് BJP ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സുഗമമായി കിട്ടുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ബറൂച്ചിലെ BJPയുടെ വിജയത്തെ അവർക്ക് വലിയ ഒരു ജയമായി കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കുത്തനെ വോട്ടിടുകയും ചെയ്തു. ഭാവ്നഗറിൽ 4.5 ലക്ഷം വോട്ടിന് ജയിച്ചെങ്കിൽ പോലും ബറൂച്ചിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് ഇത്തവണ ഒരു ലോക്സഭാ സീറ്റ് ഗുജറാത്തിൽ നിന്ന് നേടിയത് BJP കേന്ദ്രങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ്. 30,000-ഓളം വോട്ടുകളുടെ മാർജിനിൽ കോൺഗ്രസ് ജയിച്ച കാര്യത്തിൽ BJP വലിയ രീതിയിലുള്ള അങ്കലാപ്പിലാണ്. 62% വോട്ട് ഷെയർ BJPക്ക് കിട്ടുകയും കോൺഗ്രസിന് 31% വോട്ട് ഷെയർ ലഭിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണിത്. കോൺഗ്രസ് 23 മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് സൂററ്റിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നൽകിയ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എതിരാളികൾ ഇല്ലാതെ ജയിക്കുക എന്നത് BJP നടത്തിയ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കാണ്. ആ ഹുങ്ക് ഉടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. അഹമ്മദാബാദിൽ ഈ തവണ രാഹുൽ ഗാന്ധി അവിടുത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതും അതുതന്നെയാണ്. ഇത്തവണ നിങ്ങൾ കാത്തിരുന്നോളൂ, ഗുജറാത്ത് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. 2022 ഞങ്ങൾക്ക് നേരാവണ്ണം ഏറ്റുമുട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ 2017 നിങ്ങൾ വെള്ളം കുടിച്ചു. 100 സീറ്റിൽ താഴേക്ക് നിങ്ങൾക്ക് ഒതുങ്ങേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് വിജയ് റൂപാണിയാണ്. ഇപ്പോൾ ഭൂപീന്ദർഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ ചില നയങ്ങൾ, പ്രത്യേകിച്ചും റവന്യൂ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ വലിയ തിരിച്ചടി ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. ഇത് അനുസ്മരിപ്പിക്കുന്നത് സിംഗൂരിലും നന്ദിഗ്രാമിലും വർഷങ്ങളോളം ഭരിച്ച ഇടതു സർക്കാർ നടത്തിയ അവരുടെ അധികാര മത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പരിണിത ഫലമായിരുന്നു. അതുപോലെയാണ് ഭരിച്ച് നിങ്ങൾ ഒരേ ഒരു തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നീട് ജനങ്ങൾ അത് മാറ്റാൻ പോവുകയില്ല. അത്രമേൽ നിങ്ങൾ ദുസ്സഹമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ ജനജീവിതമെന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് കണക്കുകൾ നിരത്തി പറയുകയാണ്. ഇന്ത്യ മുന്നണി എന്നത് പൂർണ്ണമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആം ആദ്മിയുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യം തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞതോടുകൂടിയാണ് പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടു കൂടി നീങ്ങുന്നത്. അവരവരുടേതായ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി ജോലി ചെയ്താൽ വോട്ടുകൾ കൃത്യമായും ഭിന്നിക്കാതെ ചിതറാതെ ഐക്യത്തോടെ എത്തുകയും ചെയ്യും. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ വിജയവും മഹാരാഷ്ട്രയിലെ മുന്നേറ്റവുമൊക്കെ അതിന് തെളിവാണ് എന്ന് ഈ പ്രവർത്തകരുടെ മുമ്പിലും ഉദാഹരണ സഹിതം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം.